അടുത്ത ബുധനാഴ്ച വരാന്ന് പറഞ്ഞെങ്കിൽ അവരെ പറഞ്ഞു പോകാപ്പറേ. ഞാൻ അവരെ നോക്കിയിരിക്കില്ല. അത്രയും വരിയിടുന്നത് ഈ കരിയില് അത്രയും വരിയിടാൻ നോക്കുമല്ലോ തിരിയില്ല. കരിയില് അത്രയും കാക്ക വരിയിടുന്നത്. വരിയിടാനൊന്നും പറ്റൂല. ഇത് വരിയിടുന്ന എങ്ങനെ? ഇത് അത്രയും കാക്ക തള്ളിയിടുന്ന കഴിഞ്ഞു. ഭയങ്കര കാറ്റ്, ഭയങ്കര കാറ്റ്, കാറ്റൊക്കെ ഭയങ്കരം. കരിയില അരിയിടാം, തീറ്റാലും കരിയില കൊള്ളൂ. എന്നോട് എന്തിനില്ല അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ എന്നെ എന്തിനും നോക്കാം. അങ്ങോട്ടേന്ന് നോക്കാം. ആ പെണ്ണെ എന്തിനു വയറിഞ്ഞിരുന്നാലോ വല വരിഞ്ഞെറിഞ്ഞ് എടുത്ത് മാറ്റാം. വല ഞാൻ എടുത്ത് മാറ്റിയിടാം. വല വട പൊട്ടിയാന്തോ വയറിങ്ങ പൊട്ടിയാന്തോ വയറിങ്ങേര് പരത്തൂടെ തന്നെ വല വരുന്നത്. വയറിങ്ങ പൊട്ടിയാന്തോ പൊട്ടിയാന്തോ. ആ പെണ്ണെവിടെ ഇല്ലല്ലേ? പെണ്ണെവിടെ പിയാ? എന്തരന്നേ പെണ്ണേ? ഓ ഈ വല വയറിൽ കൂടെ വരുന്ന പൊട്ടിയാന്തോ. ആ ഞാൻ നോക്കാം. അത് മേളീന്നേ ഇന്നലെ വീണതാണ്ട് കിടക്കണണ്ടാ. അത് വീഴന്നെ. അത് കാറ്റ് നല്ല കാറ്റ്. 2 ദിവസം കൊണ്ട് മഴയും കാറ്റും കൂടെ അല്ലേ അങ്ങനെ വീണ കാറ്റ്. നീ എന്ത് മണ്ണാതൊക്കെ കുട്ടിച്ച് നീ എന്തിന മാങ്ങ അരിയണമ്മ. നീ മാങ്ങ അരിയൊക്കെ വേരാ? ഓ നീ മണ്ണ് വാരിയിട്ടില്ലേ? മണ്ണ് വാരിന് നാളെ ചാക്കിനകത്താക്കൂളമ്മ. ഇന്ന് ഇനിയിപ്പോ ചാക്കിനകത്തൊന്നും ആക്കണ്ട. അത് അവിടെ കിടന്ന് കോരണം. ഇന്ന് ഇട്ടതേ ഉള്ളൂ. നിങ്ങളൊന്ന് ഇരിക്കും. ഇന്ന് അത് ആക്കിയതേ ഉള്ളൂ. ഇനി നാളെ വേണം അതിനെടുത്ത് ചട്ടിക്കകത്തും ചാക്കിലൊക്കെ ആക്കാനായിട്ട്. അവിടെ ഇരിക്കും. ഞാൻ അവിടെ ഇരിക്കാം. നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണോ? അല്ലാതെ ചുമ്മാ കയറി ഇരുന്ന നമ്മുടെ ശരീരത്തിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളെ മനസ്സ് എപ്പോഴും നല്ല ഇതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ എപ്പോഴും ചെയ്യുമെന്ന് പറയണം. നിങ്ങൾ ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടുകളാവണം. നേരെ മറിച്ച് ഇതുപോലെ എന്നെ പോലെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമില്ല. അപ്പൊ നിങ്ങളെ മനസ്സ് എപ്പോഴും ഫ്രഷ് ആവും. മനുഷ്യരായ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന അസുഖങ്ങൾ വരും, സമാധാനം കാണൂല. മനസ്സിലായാ? ഇതെവിടെന്ന് വാങ്ങിച്ചാ മാങ്ങ? ഇത് വാങ്ങിച്ചതല്ല, അപ്പുറത്തുനിന്ന് തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിനെ ഉണക്കി മാങ്ങ അരിഞ്ഞ് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് വിരവി വെയിലത്ത് വച്ച് അച്ചാറ് തിന്നണം. എന്തൊരു രുചിയാണെന്നറിയോ? പറഞ്ഞപ്പോ തന്നെ വെള്ളം കൂടി. ആവശ്യം. ഓ നല്ല രുചിയാണത്. നിങ്ങൾ തിന്നിട്ടുണ്ടോ അങ്ങനെ? എപ്പ തിന്നിട്ടുണ്ട്? ഞാൻ തിന്നിട്ടില്ല. ഞാനെങ്കിലും ഒന്നിലും ഉറക്കുന്നേ. ഇഷ്ടം. ഓ എനിക്കതാണ് ഇഷ്ടം. എനിക്ക് ഞാൻ വയ്ക്കില്ല. തിന്നിട്ടില്ലേ? എനിക്ക് പറഞ്ഞാല് ആര് തരണ? ഞാൻ വയ്ക്കില്ല. ഒറ്റയ്ക്ക് അമ്മ തരില്ലേ? അമ്മയൊന്നും തരില്ല. അമ്മയൊക്കെ വരും. അമ്മ വയ്ക്കുവായിരുന്നു. എങ്ങനെ വയ്ക്കുവായിരുന്നു? അമ്മ വയ്ക്കുവായിരുന്നു. ഉണക്കിയൊക്കെ വയ്ക്കുവോ? ഉണക്കിയൊന്നും വയ്ക്കൂല. എനിക്ക് അറിയുള്ളൂ. പിന്നെ പച്ചക്ക് വരുവായിരുന്നു. പച്ചക്കാ? അച്ചാറിട്ട് തരണതാ?
ഞാൻ ചെയ്യാം. ഞാൻ ഈ പുളിഞ്ചിക്ക ഇത് എന്തോ അത് ആഗ്രഹിച്ചതിന് ശേഷം പുളിഞ്ചിക്ക വരണില്ല. ഒന്ന് നോക്കണേ, പുളിഞ്ചിക്ക ഞാൻ അങ്ങനെ ചെയ്യാനാണ് ഇരിക്കണം. പുളിഞ്ചിക്കല് വലിയ വെള്ളം അല്ല, പുളിഞ്ചിക്ക വെയിലത്ത് വെച്ച് ഉണക്കണം. പറിച്ച് ഇതുപോലെ മാങ്ങ അരിയും പോലെ അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മുളകും കൂടിയും കൂടെ വെച്ച് ഉണക്കുമ്പോൾ മാങ്ങ എങ്ങനെ ഇരിക്കും അതുപോലെ ആവും. എന്നിട്ട് അതിന് അച്ചാറിടണം, നല്ല വിനാഗിരിയൊക്കെ ചേർത്ത് നല്ല രുചിയാണ്. ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു പണ്ട്. ഞാൻ അങ്ങനെ തിന്നിട്ടില്ല. ഞാൻ വെച്ച് തന്നിട്ടുണ്ടല്ലോ അച്ചാറൊക്കെ ഇട്ട്. ഞാനൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. ഒരു തുണ്ട് മാങ്ങ ഞാനേ എക്സ്പ്രഷൻ വരണേ. ഇത് പച്ച മാങ്ങ. നിങ്ങൾക്ക് തുണ്ടല്ലേ ചോദിച്ചത്? ആ തിന്നി. ഭഗവാൻ, ഇതിന് പുളിപ്പ്. ഒരു പുളിപ്പ്. ഭയങ്കര ഉളുപ്പല്ലേ? ഓ, ഞാറ്റുപൂരം എടുത്ത് വായിൽ വെച്ചു, എന്റെ ഊപ്പാട് വന്നു. കുറ്റവും പറയും, മുഴുവൻ തിന്നുകയും ചെയ്യും. പഴുത്തതാണെങ്കിൽ കൊള്ളായിരുന്നു. മണ്ണന്തല എന്ന് വേട്ട. മണ്ണന്തല വേട്ട എന്നാന്തോ നിങ്ങളെ മോനെ അറിയാവൂ, എനിക്ക് അറിഞ്ഞൂടാ. ആ ബുക്ക് എടുത്ത് നോക്കി അറിയാം. എനിക്കറിഞ്ഞൂലേ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങളെ മോൻ അറിയാം. മണ്ണന്തല വേട്ടയുണ്ട്. അതായത് നമ്മുടെ ഇത് പൂക്കട കൊണ്ടുപോയി ഞാൻ കാണിച്ചില്ലേ, അതുപോലെ വേട്ടയുണ്ട്. ഇവിടെ വന്നിട്ട് മണ്ണന്തല അപ്പുറത്തൊരു കാവുണ്ട്. ഞാൻ അന്ന് നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ ഒന്നുകിൽ ലൈവ് ഇടാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാം. അവിടെ വന്നിട്ട് വേട്ട, അത് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല, കാണാനേ കൊള്ളാം, നല്ല രസമാണ് അതൊരു സംഭവം. അതായത് വേട്ട കണ്ടിട്ടുള്ളവർക്കറിയാം. എനിക്ക് അതേപ്പറ്റി വലുതായിട്ട് അറിയത്തില്ല, കണ്ടിട്ടേ ഉള്ളൂ, പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. നോക്കട്ടെ, ഒന്നുകിൽ അന്ന് ഞാനൊരു ലൈവ് ഇടാം അല്ലെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാം, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പൊ കാണുന്നവർക്ക് കാണാമല്ലോ. അങ്ങനെ എൻ്റെ കൂടെ എന്നാൾ ആരോ പറഞ്ഞു ഒന്ന് ലൈവ് ഇടണേന്ന് പറഞ്ഞു. എനിക്ക് ലൈവ് ഇട്ടാൽ ഒരു പേടി എന്ന് പറയണത് ഇല്ല. പക്ഷെ ഒരു കണക്കിന് ഞാനൊരു ലൈവ് ഇടുന്നത് നല്ലതാണേ. കാര്യം ഈ അമ്മയെ കൊണ്ട് ഇപ്പൊ എന്തും പറഞ്ഞ് ചെയ്യിക്കുന്നു അല്ലെങ്കിൽ അഭിനയിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നവർക്ക് ഒരു റിയലിസ്റ്റ് ആയിട്ടുള്ള എന്താണ് ശോഭന എന്നുള്ള കിട്ടും. കാര്യം ഞാൻ പറയിക്കുന്നതാണോ, ശോഭനയുടെ റിയൽ ആണോ എന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ലൈവ് ഇടാൻ ഒരു കറക്റ്റ് ഇത് കിട്ടണില്ല. നോക്കട്ടെ, ഞാൻ ഉടനെ തന്നെ ഒരു ലൈവ് ഇടാൻ നോക്കാം. ഇപ്പൊ ഇന്നലെ ഏതോ ഇവിടെ നമ്മളെ എണ്ണയില്ലേ, അമ്മയ്ക്ക് ഞാൻ എണ്ണ ഇട്ടിട്ട് എണ്ണയുടെ അമ്മ നല്ല മുഖം വെളുത്തു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം കുറച്ച് പേര് പറഞ്ഞു ഇത് പ്രഹസനമാണ് അമ്മ, എന്തൊക്കെയോ ഇത് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്ത് 2 ദിവസം എണ്ണ കൊടുത്തില്ല. അപ്പൊ ഞാൻ വേറൊന്നുമല്ല, എനിക്കറിയായിരുന്നു ഒരു ദിവസം എണ്ണ കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം അമ്മ എണ്ണയ്ക്ക് വേണ്ടി ദേഷ്യം കാണിക്കുമെന്ന് അറിയായിരുന്നു. അമ്മ കാണിച്ച മുഴുവൻ ദേഷ്യവും ഞാൻ എടുത്തില്ല, എൻ്റെ ഒരിച്ചിരി കോണർ വന്നിച്ച് ദേഷ്യമൊക്കെ പോയി തണുത്ത ഒരു പോർഷനാണ് ഞാൻ എടുത്തിട്ട. അപ്പൊ അതില് ആരോ പറഞ്ഞിരിക്കുന്നു ഇതൊക്കെ അമ്മയെ കൊണ്ട് പറയിക്കുന്നതാണ്, അഭിനയിപ്പിക്കുന്നതാണെന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ച്, ഓൾറെഡി ഞാൻ പറഞ്ഞു ഇനി നെഗറ്റീവിന് റെസ്പോണ്ട് ഒന്നും ചെയ്യൂല എന്ന്. അപ്പൊ അതുകൊണ്ട് നെഗറ്റീവിന് റെസ്പോണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അമ്മയെ കൊണ്ട് പറഞ്ഞൊന്നും പറയിപ്പിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് ഒന്നും പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ഉൾക്കൊള്ളണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ലൈവ് ഞാൻ എടുക്കുമ്പോൾ ഉറപ്പായിട്ടും അമ്മ അതിൽ എന്താണ് എന്ന് കാണാൻ പറ്റും. പക്ഷെ എനിക്കൊരു ചെറിയൊരു പേടി, ലൈവാണ്, എഡിറ്റ് ചെയ്യാൻ പറ്റൂല. എന്തേലും മോശം വാക്കുകൾ പറഞ്ഞു പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ കാണണേലേ. വലിയ ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് മനസ്സിലാവും വയ്യായികുള്ള ആളാണ് എന്ന് മനസ്സിലാവും. പക്ഷേ കുഞ്ഞു മക്കൾ കാണുന്നതാണ് എൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പൊ അതുകൊണ്ട് എടുക്കുന്ന മിക്ക വീഡിയോയിലും അമ്മയുടെ റിയൽ ആയിട്ട് ആറ്റിറ്റ്യൂഡ് അങ്ങ് വരണമുണ്ട്. പലതും പറയുകയാണ്, ഞാൻ അതിനൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇടണത്. എന്നുവെച്ചാൽ അമ്മ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിൽ ചിലത് മാത്രം ഉണ്ടാവും, ചിലത് ഇതായിട്ടൊക്കെ പറയും. ഇപ്പൊ ഈ പറഞ്ഞ് വരുന്നതിന്റെ കൂടെ അയൽവക്കക്കാരെയൊക്കെ പറയുന്ന വീഡിയോ ഉണ്ടാവും, കോർണർ ഉണ്ടാവും. ഇത് പറയുന്നതിന്റെ ഇടയിൽ അവള് ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഇതൊക്കെ ഈ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ വിഷമവും വരും, ദേഷ്യവും വരും. അതെനിക്കറിയാവുന്ന അതൊക്കെ അത് ഈ പറയുന്നൊരു അമ്മ പ്ലാൻ ചെയ്ത് പറയുന്നില്ലെങ്കിൽ ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എല്ലാം അതിൽ കൂടെ ഇൻവോൾവ് ആയി പോകുന്നതാണ്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് എനിക്ക് ലൈവ് എടുക്കാൻ കഴിയുന്നത്. ഇന്ന് 2-3 ദിവസം കൊണ്ട് പിന്നെ ഒരു ചേച്ചി ഒരു ലൈവ് ഇടാവോ, അത് കുറെ Q&A, അതായത് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാനാണ് ലൈവ് ഇടാവോ ചേച്ചി. അതാണ് പ്രശ്നം, എനിക്ക് ഇടണമെന്നുണ്ട്. പക്ഷെ എത്രത്തോളം ആവും എനിക്കറിയത്തില്ല. അമ്മ എല്ലാരും കണ്ട എങ്ങനെ സംസാരിക്കും? എന്തിന്
ഇതൊക്കെ പറഞ്ഞു ഇവിടെയൊന്നും ഇല്ല, ഇവിടെ വേറെ ഏതോ ലോകത്തിരിക്കുകയാണ്. അതറിഞ്ഞില്ലേ? ഞങ്ങൾ കൊട്ടാരക്കര പോയി. അമ്മയൊക്കെ കൊട്ടാരക്കര നിൽക്കുന്നതേ ഉള്ളൂ, തിരിച്ചിവിടെ വന്നിട്ടില്ല. അമ്മയ്ക്ക് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാല് നമ്മള് എവിടെയെങ്കിലും പുറത്തിറക്കിയാല് മാക്സിമം അതുകൊണ്ടാണ് ഇപ്പൊ അമ്മ ഇവരോടും കൊണ്ടുപോകാത്തത്. കാര്യം കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അമ്മയുടെ ദേഷ്യം തോന്നും. എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാല് കൊണ്ടുപോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ പിന്നെ അമ്മ ഒരു മായാ ലോകത്താണ്. നമ്മൾ ഇങ്ങനെ ഇരിക്കും, നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കത്തില്ല, ആഹാരം വെച്ചെന്ന് കഴിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എന്നുവെച്ചാൽ വേറൊരു ലോകത്താണ്. കൊട്ടാരക്കര പോയിട്ട് വന്നതിന് ശേഷം ആശാട്ടി ഇവിടെ ഇല്ല, കൊട്ടാരക്കര നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ എപ്പോഴും ചോദിക്കും പിന്നെ ചോദിക്കണൊക്കെ കേൾക്കണം. ഞാൻ അവരോട് ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ടാണ് ആ പോർഷൻസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്. പിന്നെ ബുധനാഴ്ച വരാന്ന് പറഞ്ഞവരെവിടെ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കണം. അതെങ്ങനെയാ വന്ന് കാണിച്ചു തുടങ്ങുന്നത്? ബുധനാഴ്ച വരാന്ന് പറഞ്ഞവർക്ക് എവിടെയും ജോലി. ബുധനാഴ്ച വരുമോ? ആരമ്മ? ആര്? ഇന്നാളെ ബുധനാഴ്ച. ഇന്ന് ബുധനാഴ്ച ഓ വന്നില്ല അല്ലേ? വന്നില്ലല്ലോ, അതേ എല്ലാരും പറഞ്ഞു പറ്റിക്കും അമ്മ. ഓ അവര് എന്ന് വരുമേ? അടുത്ത ബുധനാഴ്ച വരുമേ? അവര് ഇനി ഒരിക്കലും കയറ്റില്ല. ഇന്നവര് വന്നാല് വീട്ടിൽ കയറ്റില്ല. ഇന്നവര് വന്നാല് വീട്ടിൽ കയറ്റില്ല. വീട്ടിൽ കയറ്റാല്. അവരിന്ന് വന്നില്ലേ? ഇനി അവര് വന്നാലും വീട്ടിൽ കയറ്റില്ല. വീട്ടിൽ കയറ്റില്ല. അവര് അയ്യം അവര് വന്നില്ല. ഇന്നലെ പറ്റിച്ച്, ഇന്ന് പറ്റിച്ച്, 2 ദിവസം പറ്റിച്ചു. മുട്ടായിയൊക്കെ തന്നത് തന്നെ. ഇന്ന് വരാന്ന് പറഞ്ഞവര് ഇന്ന് വന്നാ. ആ അപ്പൊ പിന്നെ എന്തരി അവര് ചുമല്ലേ പറഞ്ഞത്? അവരെ മുട്ടായി ഒന്നും വേണ്ട, ഇനി ചോറ് കഴിഞ്ഞ അവരെ മുട്ടായി ഒന്നും വേണ്ട. അവരെ മുട്ടായി ഒന്നും വേണ്ടേ? നല്ല ഈന്തപ്പഴം ഉണ്ടായിരുന്നു, അതും കഴിച്ചല്ല. ഈന്തപ്പഴവും തിന്നല്ല, എല്ലാം തിന്ന്. പക്ഷെ അവര് വേണ്ട. അവരെന്നെ വീട്ടിൽ കട്ടയുണ്ട. അവരെന്നെ വീട്ടിൽ കട്ടണ്ട. അമ്മ പാവവും, അവര് റോട്ടില് നമ്മളെ കാത്തു നിന്ന് കണ്ടവരാണ്. അവരെന്നെ വീട്ടിൽ കട്ടയണ്ട. 2 ദിവസം അവര് വന്നില്ല. അവര് പറ്റിച്ച് പോയേറ്റി. എന്തെങ്കിലും അവര് പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു പറ്റിച്ചേരി. വരാന്ന് പറഞ്ഞ് പറ്റിച്ചല്ലേ? ആ അത് ഇത്രയും ദൂരം ഇല്ലേ? അവർക്ക് ഓടി വരാൻ പറ്റുമോ? ഈ കൊട്ടാരക്കരയിൽ നിന്നൊക്കെ ഇവിടെ വരികയെന്ന് പറഞ്ഞ ഇത്രയും ദൂരം ഇല്ലേ? ബുധനാഴ്ച വരാന്ന് പറഞ്ഞ ബുധനാഴ്ച വരാന്നല്ലേ പറഞ്ഞോളൂ. ഇന്നത്തെ ബുധനാഴ്ച വരാന്ന് പറഞ്ഞില്ലല്ലോ. ഇനി ബുധനാഴ്ച കിടക്കല്ലേ? ഇന്നും അടുത്ത ബുധനാഴ്ച. ഓ അടുത്ത ബുധനാഴ്ച ഉണ്ട്, അതിന്റെ അടുത്ത ഒരു ബുധനാഴ്ച വരാന്നല്ലേ അവര് പറഞ്ഞോളൂ. അടുത്ത ബുധനാഴ്ച കൂടെ ഒന്ന് നോക്കാം. അയ്യോ എനിക്ക് വയ്യേ പൊന്നമ്മച്ചി. വരുമെങ്കിൽ വരട്ടെ, വന്നില്ലെങ്കിൽ വേണ്ട. തന്നെ ഒന്ന് നോക്കണ്ട. പണ്ട് ഇങ്ങനെ ആരും വരാനില്ലായിരുന്നു. അല്ലെങ്കിൽ ആർക്കെങ്കിലും വരാൻ തോന്നുമായിരുന്ന? ആർക്കെങ്കിലും വരാൻ തോന്നുമായിരുന്ന? എന്നോട് ചോദിക്കും. അയ്യോ അമ്മ, ഈ മനുഷ്യർക്ക് നമുക്ക് ഒരിടത്ത് ചെല്ലുമ്പം, ഉദാഹരണം നമ്മൾ മ്യൂസിയത്തിൽ പോയി, നമ്മളിന്ന് മ്യൂസിയത്തിൽ പോയില്ലേ? അന്ന് നമ്മള് മാനിനെയൊക്കെ പോയി ഇങ്ങനെ തൊട്ട് അല്ലേ? എല്ലാത്തിനെയും പോയി ഇങ്ങനെ 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 തൊട്ട്. സിംഹത്തിന്റെ കൂട്ടി പോയി ആരെങ്കിലും തൊട്ടാ? ഇല്ലല്ല, അത്രേ ഉള്ളൂ, സിമ്പിൾ. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഇവിടെ വരണമെന്നും ശോഭനെ കാണണമെന്നും ശോഭനയോട് സംസാരിക്കണമെന്നൊക്കെ തോന്നിക്കണമായിരുന്നു. തോന്നിച്ചില്ലല്ല, ഇപ്പോഴല്ലേ ഒന്ന് മൂട്ടിൽ വന്നത്. ഇപ്പൊ ഒന്ന് ചവിട്ടി നിക്കണതല്ലേ ഉള്ളൂ. അവിടെ ഇരി, ഇനി വരും പതിയെ ആൾക്കാർ. സംഭവം അന്ന് കൊട്ടാരക്കര പോയപ്പോഴത്തേക്കും വരാന്ന് പറഞ്ഞിട്ട് അമ്മയെല്ലാം അവരോട് പറഞ്ഞു. പാവം കേട്ടോ, റോട്ടിൽ കാത്തു നിന്നു ഒരമ്മയും അയൽക്കാരും മൂന്നൊക്കെ ആയിട്ട്. അപ്പൊ അവരോട് പറഞ്ഞ് ബുധനാഴ്ച നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. അവരെല്ലാം പറഞ്ഞത് അവരോട് പറഞ്ഞു ബുധനാഴ്ച വരണമെന്ന്. അവര് പറഞ്ഞു വരാന്ന് പറഞ്ഞു. ആ ബുധനാഴ്ച നോക്കി ഇരിക്കുകയാണ്. വേറെ എനിക്കത് വലിയൊരു സങ്കടമായ ഒരു കാര്യം എന്ന് പറയണത്, ഭയങ്കര വിഷമമായി പോയി. തലേ ദിവസം ഒരു അമ്മയും മോളും കൂടി കാണാൻ വരൂ എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ 9 മണിക്കകത്ത് അവിടെ എത്തുന്നല്ലേ പറഞ്ഞേ. ഇവര് സ്വന്തം വന്നത് താമസിച്ച് ഒരു ബസ്സിലാ വരുന്നത്. 9 കണ്ട കഴിഞ്ഞപ്പോഴാണ് എത്തിയത്. അല്ല, ഇവര് 9 മണിക്ക് അമ്പലത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ വിളിക്കുന്നത് 9:30, 9:45 ഞാന് അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേര് വരുന്നുണ്ടേ. അപ്പൊ ഇതിൽ ആരാണ് അവരെന്ന് എനിക്കറിയാം. അപ്പൊ ഇതിൽ കുറെ പേര് പറയുന്നുണ്ട്, ഇന്നലെ ഉമ്മയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു, ഇന്നലെ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ആരെങ്കിലും ആ കൂട്ടരുണ്ടായിരിക്കും എന്ന് കരുതി. മക്കളെ കൊണ്ടൊക്കെ വന്നവര് തന്നെ കൂടുതൽ.
പക്ഷെ നമ്മൾ കൊട്ടാരക്കരയൊക്കെ കഴിഞ്ഞു, ചെടിയൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് ആ കൊച്ചു പറയുന്നത്, ഫോൺ വിളിക്കുന്ന വാട്സപ്പില് അവിടെ അമ്പലത്തിൽ നിൽക്കുകയാണെന്നും. നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത ദൂരമായിപ്പോയി, ഒരുപാട് ദൂരമായിപ്പോയി. ഭയങ്കര ഒരു സങ്കടമായി. കുറെ ഗിഫ്റ്റൊക്കെ മേടിച്ചു, നന്ദപ്പന് ഗിഫ്റ്റുമായിട്ടൊക്കെ ആ കൊച്ചു വന്നു എന്നൊക്കെ കേട്ടപ്പോ ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ദിവസം വീട്ടിലോട്ട് വാ എന്നൊക്കെ പറഞ്ഞു. എന്തിനു കാണിക്കണേ അമ്മ, ഒരു ദിവസം വീട്ടിലോട്ട് വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഏറ്റവും വരെയും അതൊരു അന്നിലേക്ക് വേണ്ട, അന്നിലേക്ക് വേണ്ട, അതിലേക്ക് വേണ്ട. അവരിനി വിളിച്ച് വരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവരിന്ന് വരുന്നെന്ന് പറഞ്ഞ വന്നല്ലേ അമ്മ. അവര് അഥവാ വിളിച്ച് എന്നിട്ട് പറയണ് അടുത്ത ബുധനാഴ്ച വരാം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അടുത്ത ബുധനാഴ്ച വരാന്ന് പറഞ്ഞെങ്കിൽ അവരെ പറഞ്ഞു പോകാപ്പേ. ഞാൻ അവരെ നോക്കിയിരിക്കയില്ല. അവര് പറ്റിക്കാനും വേല, പറ്റിപ്പാനും വേല. പറ്റിപ്പാണോ വേല? ആ, ഇതിപ്പോ അവര് കാണുമ്പോ അവർക്ക് സങ്കടാവൂലേ? ഇനിയിപ്പോ അവര് നാളെ അടുത്ത ബുധനാഴ്ച ആരെ കൊന്നിട്ടെങ്കിലും വണ്ടി വിളിച്ച് വരാൻ നോക്കും. അയ്യോ അയ്യോ. അന്നേരം വരാനേരത്ത് അവര് വന്ന്, സപ്പോസ് അവര് വന്ന് ഇപ്പൊ ഒരു കാര്യം അവര് വന്ന് ശോഭനേച്ചി എന്ന് പറഞ്ഞു വന്ന എന്ത് ചെയ്യും? വന്നിട്ട് ഇവിടെ ആന്നിട്ട് ഒരു അത്രേ ഉള്ളു, സിമ്പിൾ. വരണ്ടാന്നൊക്കെ പറയാം, വന്നു ഇത്രേ ഉള്ളു. മാങ്ങായിരിഞ്ഞ് തിന്നാ, മാങ്ങായിരിഞ്ഞ് തിന്നാ. ഓ, മാങ്ങ അരിഞ്ഞ് തീർന്നു. ഇനി ഇതിന് ഉപ്പും മുളകും കൂടെ ഒക്കെ ഇട്ട് പെരവി വെയിലത്ത് വെക്കണം. ഞാൻ ഉപ്പും മുളകും കൂടെ ഇട്ട് ഇട്ടോണ്ട് വരാം. പച്ചക്ക് കൊടുക്കല്ലേ? വയറിലായിരിക്കും. പച്ചക്ക് കൊടുത്താ വയറാവും. പിള്ളേരത് മൊത്തവും മാറ്റി തിന്നും. പിള്ളേരത് മൊത്തവും മാറ്റി തിന്നും. മൊത്തവും മാറ്റി തിന്നും. നോക്ക്, ഇത് ഉപ്പ് ഇതോളാമോ? ഉപ്പ് ജരി എന്തിനു കൊടുത്താലും കുട്ടികളല്ല കളക്കി. ഉപ്പ് ജരി വേണോ ഇനി? വേണ്ടേ? ഓ, എല്ലാം വിളിക്കുമ്പോൾ ആയിക്കോട്ടെ. ഇതിൽ വെച്ച് ഉണക്കാവേ. ഞാനേ മേളിൽ കൊണ്ട് വെച്ചിട്ട് വരാമേ. അവിടെ നല്ല വെയിലുണ്ട്. അടുപ്പ് അടപ്പ് അടങ്ങി. ഇതാണ് ഇവിടുന്ന് നമ്മുടെ താഴത്തെ വ്യൂവേ. താഴത്തെ റോഡ് ഡ്രസ്സിൻ്റെ മേളിൽ നിന്ന് കാണുന്നതാണ്. ആരും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് എടുക്കാൻ കരുതി. നമ്മുടെ കിണറും വ്യൂവും എല്ലാം കൂടി ഒരുമിച്ച് വരട്ടേന്ന് കരുതിയേ. ഉച്ച സമയം കൊണ്ട് നല്ല വണ്ടി തിരക്കുറവാണ്, അപ്പോൾ അതുകൊണ്ട് വണ്ടികളൊന്നും കാണാൻ സാധ്യതയില്ല. ഇതാണ് നമ്മുടെ പിറകിലെ 3 നില വീട്. ഇത് പൂട്ടിയിട്ടേക്കുമാണ്. പണ്ട് ചേട്ടൻ്റെയൊക്കെ കുഞ്ഞിലെ വച്ച വീടാണ്. പക്ഷേ അവിടെ ആരോ മരിച്ചു, ഒരു അമ്മൂമ്മയും കണ്ട്. മരിച്ചതിന് ശേഷം പിന്നെ അവരുടെ മക്കളൊക്കെ വെളിയിൽ സെറ്റിലായി. ഇവിടെ ഇങ്ങനെ പൂട്ടിയിട്ടേക്കും. ഭാർഗവി എന്നറിയുമെന്ന് ഞാൻ പറയണേ.
ഉണക്കാൻ വെച്ചാൽ തെറ്റിയ ഉണക്കി അടിച്ച ഉണക്കാൻ വെച്ചാൽ ഇപ്പോഴും ഉണക്കില്ലമ്മ. വൈകുന്നേരം അത് ചെറുതായിട്ടൊന്ന് വാടും കേട്ടാ. കളഞ്ഞിട്ട് വരാം. ആ തീക്കകത്ത് അങ്ങോട്ട് വിടമ്മ. ഏത് തീ കത്തറിലെ തീ അതിനകത്ത് വിടും. അകത്ത് ഇതൊക്കെയുള്ളു കാഞ്ഞി അതൊക്കെ കത്തട്ട്. ആ കുഴിക്കകത്ത് രാവിലെ മണ്ണിന്റെ പരിപാടി കഴിഞ്ഞപ്പോ കൃഷി പരിപാടിയില് മണ്ണ് സെറ്റ് ചെയ്യണം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് മാങ്ങയിലേക്ക് ഇനി അടുത്ത് എന്ത് ജോലി ഉണ്ടെന്നാണെങ്കിൽ ഫ്രിഡ്ജ് വൃത്തിയാക്കാനുണ്ട്. ജോലി എങ്ങനെ വന്നോണ്ടിരിക്കും. നമുക്ക് ജോലി ഉണ്ട് എപ്പോഴും. ഈ വെറുതെ ഇരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഉറക്കം വരും. രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പകല് വെറുതെ ഉറക്കം വരും. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ കണ്ടുപിടിച്ച് ചെയ്യണം. പിന്നെ അമ്മ കാര്യം പറയുന്നത് നമുക്ക് ഭയങ്കര എനർജിയാണ്. നമ്മളൊന്നും അറിയത്തില്ല. അമ്മയുടെ കാര്യം കേട്ട് ഞാൻ വെറുതെ ഇരുന്ന് അറിയാം എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതും കേട്ടിരിക്കുമ്പോൾ ഒരു ദിവസം പോണത് അറിയത്തില്ല. അപ്പം ഇനി നാളത്തെ വീഡിയോ. ടാറ്റാ.